എഡിറ്റേഴ്സ് അവരിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. Ciriacum Elian Chavara a Sacra Familia, Euphrasiam a Sacro Corde. ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇനി 2 വിശുദ്ധർ കൂടി. ചാവറ കുര്യാക്കോസ് ഏലിയാസും എവുപ്രാസിയും സഭയുടെ വിശുദ്ധ ഗണത്തിൽ. കേരളം വിശ്വാസത്തിന്റെ വലിയ ഭൂമികയെന്ന് മാർപ്പാപ്പ. Per intercessione dei 2 santi indiani provenienti dal Kerala. വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ മലയാളികളുടെ നിറസാന്നിധ്യം. ടിഒ സൂരജിനെ പിന്തുണച്ച് കെ പി ഗണേഷ് കുമാർ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ കാട്ടുപോത്തുകളെക്കാൾ സൂരജ് എത്രയോ ഭേദം. അതൊരു കൊക്ക് മാത്രമാണ് സൂരജ്. മണ്ണിണക്കിയ കാട്ടുപോത്തുകൾ വേറെ ഉണ്ട് എന്ന് അയാളും പറയുന്നു, വേറെ ആളുകളും പറയുന്നു. ആരഴിമതി നടത്തിയാലും തടയുമെന്ന് രമേശ് ചെന്നിത്തല. ടിഒ സൂരജിന്റേത് കുറ്റവാളിയുടെ ജൽപ്പനമെന്ന് കെ മുരളീധരൻ. കണ്ണൂരിലെ അമ്പാടിമുക്കിൽ CPIM-ൽ ചേർന്ന 12 BJP പ്രവർത്തകർ തിരികെ എത്തി. മനം മാറിയ പ്രവർത്തകരെ സ്വീകരിക്കാൻ MT രമേശിന്റെ അധ്യക്ഷതയിൽ BJP പൊതുയോഗം. കശ്മീർ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. സംസ്ഥാനത്ത് സുരക്ഷ ശക്തം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഇൻഷുറൻസ് ബില്ലും കൽക്കരി ഓർഡിനൻസും പരിഗണനയ്ക്ക്. വയനാട്ടിലെ ആദിവാസികളുടെ വീട് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. കരാറുകാർ പണവുമായി മുങ്ങിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് വീടുകൾ പണിതീരാതെ കിടക്കുന്നു. നടപടിയെടുക്കാതെ സർക്കാർ. ചാവറ കുര്യാക്കോസ് ഏലിയാസിനെയും സിസ്റ്റർ എവുപ്രാസിയെയും കത്തോലിക്ക സഭ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇരുവരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. ഇതോടെ കേരള കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ എണ്ണം 3 ആയി. കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ ഒരാളും കർമ്മലീത്ത സഭാസ്ഥാപകനുമായ ചാവറ കുര്യാക്കോസ് ഏലിയാസിനെയും സിസ്റ്റർ എവുപ്രാസിയെയും ഇനി വിശ്വാസികൾക്ക് അൾത്താരകളിൽ വണങ്ങാം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നാമകരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന് കർദിനാൾ ഏഞ്ചലോ അമാത്തോ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോരുത്തരെയും പേരെടുത്തു വിളിച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചു. Ciriacum Elian Chavara a Sacra Familia, Euphrasiam a Sacro Corde. ചാവറ കുര്യാക്കോസ് ഏലിയാസിനും സിസ്റ്റർ എവുപ്രാസിക്കുമൊപ്പം മറ്റു 4 പേരെ കൂടി ചടങ്ങിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. തുടർന്ന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. ചാവറ കുര്യാക്കോസിന്റെ തിരുശേഷിപ്പ് CMI സഭാ പ്രതിനിധി ഫാദർ ജെയിംസ് കണ്ടത്തിലും സിസ്റ്റർ എവുപ്രാസിയയുടെ തിരുശേഷിപ്പ് CMC സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ സാൻറ്റോയും കൈമാറി. കേരളം വിശ്വാസത്തിന്റെ വിളനിലമെന്ന് തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. Per intercessione dei 2 santi indiani provenienti dal Kerala. Grande terra di fede e di vocazioni sacerdotali e religiose. Il Signore conceda un nuovo impulso missionario alla Chiesa che è in India, che è tanto brava, affinché, ispirandosi al loro esempio di concordia e riconciliazione, i cristiani dell'India proseguano nel cammino della solidarietà e della convivenza fraterna. ഒരേ സഭയിൽ നിന്നുള്ള 2 വ്യക്തികളെ ഒന്നിച്ച് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നുവെന്ന അപൂർവതയ്ക്ക് കൂടിയാണ് ഇന്ന് വത്തിക്കാൻ സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഫാദർ ജോസ് കോട്ടയിൽ, ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീ അലക്സാണ്ടർ ജേക്കബ്, മുൻ ജയിൽ DGP എന്നിവരാണ് ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഫാദർ ജോസ് കോട്ടയിൽ, ഭാരതസഭയ്ക്ക് 2 വിശുദ്ധരെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഈ വിശുദ്ധ പ്രഖ്യാപനത്തിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? വിശുദ്ധ പ്രഖ്യാപനത്തിലൂടെ വിശ്വാസികൾക്ക് മാതൃകയായി ആളുകളെ, ഇന്ന് മാർപ്പാപ്പ അവിടെ പറഞ്ഞതുപോലെ തന്നെ മാതൃകയായി നൽകുകയാണ്. ഇവർ നിങ്ങൾക്ക് അനുകരിക്കാവുന്ന ആളുകളാണ്. ഇവരെപ്പോലെ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് തയ്യാറാകണം. വിശുദ്ധിയുടെ അന്തസത്ത എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹത്തിൻ്റെ ഒരു ജീവിതം. ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, സഹോദരങ്ങളുടെ നന്മയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന മാതൃക ഒരു മധ്യസ്ഥതയുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ വീരോചിതമായ ജീവിത സാക്ഷ്യത്തിന് സഭ നൽകുന്ന ഔദ്യോഗികമായ അംഗീകാരമായും ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, അത്ഭുത പ്രവർത്തികൾ എന്നതിനേക്കാൾ ഉപരിയായി അവർ മുന്നോട്ട് വെക്കുന്ന ജീവിത മാതൃക, അതാണ് ഏറ്റവും
പ്രാധാന്യമർഹിക്കുന്നത്. ഇതേ തരത്തിലുള്ള മാതൃകകൾ കേരളത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് കൂടുതൽ ഇവിടെ നിന്നുണ്ടാകട്ടെ എന്ന് പോപ്പ് ആശംസിക്കുകയും ചെയ്തു. വിശുദ്ധ പദവി പ്രഖ്യാപനത്തെ ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? കേരള ചരിത്രത്തിൽ വലിയൊരു മാറ്റം വരുത്തിയ ഒരു വ്യക്തിയെ കേരള ചരിത്രം ശരിക്ക് മനസ്സിലാക്കുകയോ അതിന് അംഗീകാരം കൊടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട്. കാരണം 1846 അദ്ദേഹം ഈ സംസ്കൃത വിദ്യാഭ്യാസം കേരളത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ 1839 മക്കാളെ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മിറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ സംസ്കൃത വിദ്യാഭ്യാസം വേണോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണോ എന്നായിരുന്നു ചോദ്യം. പക്ഷേ അവിടെ സംസ്കൃത വിദ്യാഭ്യാസം കൊടുക്കരുത്, ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിലാക്കിയാൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യും എന്നായിരുന്നു മക്കാളെ പ്രഭുവിൻ്റെ കണ്ടുപിടുത്തം. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടാണ് സംസ്കൃത സ്കൂള് കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 1853 ആയപ്പോഴേക്കും എല്ലാവർക്കും വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിക്കുകയാണ്. ആ സ്കൂളിൽ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് വന്നിരുന്ന് പഠിക്കുവാനുള്ള അവസരം കൊടുത്തു. അത് പള്ളിക്കകത്ത് വെച്ചതുവരെ ക്ലാസ്സുകൾ നടത്തി എന്നുള്ള അത്ഭുതമാണ് അവിടെ നടന്നിട്ടുള്ളത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ നാനാജാതി മതസ്ഥങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റിയത്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ആരാധനാലയത്തിനകത്ത് നാനാജാതി മതസ്ഥരായ ആളുകളെ ഇരുത്തി സ്കൂളുകൾ നടത്തി. അങ്ങനെ ആ സ്കൂളുകൾ നടത്തിയപ്പോൾ അയ്യങ്കാളിക്ക് മഹാന് മുമ്പ്, ശ്രീനാരായണ ഗുരുദേവന് മുമ്പ്, ഒരു 50 വർഷം കഴിഞ്ഞ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്ന് കേരളത്തിന് ജാതി വ്യവസ്ഥ കൊണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരു കേരളത്തിൽ അതിന് 50 വർഷങ്ങൾക്ക് മുമ്പ് ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായി ചിന്തിച്ചുകൊണ്ട് കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ സ്കൂളുകൾ തുടങ്ങുകയാണ്. തീർച്ചയായും. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അൾത്താരയിൽ വണങ്ങാൻ 2 പേർ, 2 ബിംബങ്ങൾ എന്നതിനപ്പുറത്ത് ഈ 2 പേർ വിശുദ്ധരാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിഫലനം അത് സഭയുടെ ഉള്ളിലായാലും പൊതുസമൂഹത്തിലായാലും എന്താണ്? ഈ വിശുദ്ധരെ വണങ്ങുന്നത് അവർ ജീവിതത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ കണ്ടുപഠിക്കാനും നമ്മുടെ സമൂഹത്തിൽ അത് ആവർത്തിക്കാനും വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ്. കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ സ്കൂൾ തുടങ്ങിയ ശേഷം അവിടെ വരുന്ന പാവപ്പെട്ട കുട്ടികൾ പട്ടിണി ഇരുന്നിട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി 105 എന്നൊരു സ്കീം തുടങ്ങി. അതായത് 100 പറ നെല്ല് കിട്ടിയാൽ 5 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കുകയും ഈ സംഘത്തിന് കൊടുക്കുകയും അവർ ഉച്ചക്കഞ്ഞി നടപ്പാക്കുകയും ചെയ്തു. പിന്നെ ഒരു 120 വർഷം എടുത്തു സമാധാരണീയായി ഇന്ദിരാഗാന്ധിക്ക് ആ സ്കീം ഇന്ത്യയിൽ കൊണ്ടുവരാൻ. പിന്നെ 20 വർഷം എടുത്തു MG രാമചന്ദ്രന് തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊണ്ടുവരാൻ. അപ്പോൾ ഈ പിടിയരി എന്ന് പറയുന്ന സംഗതി വീട്ടിലെ സ്ത്രീകൾ സ്വരൂപിച്ച് കൊടുക്കുന്നതാണ് ഈ അരി എന്ന് പറയുന്നത്. നെല്ലാണെങ്കിൽ വയലിൽ നിന്നേ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുടുംബശ്രീ പോലെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ കളക്ഷനും അത് ഉച്ചക്കഞ്ഞിയായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു സിസ്റ്റവും ഉണ്ടായത്. അദ്ദേഹം ചെയ്ത മറ്റൊരു വലിയ കാര്യമെന്ന് പറഞ്ഞത് നല്ല മരണ സംഘം എന്ന് പറഞ്ഞൊരു ഒരു സംഘടന ഉണ്ടാക്കി എന്നുള്ളതാണ്. മരിക്കാൻ പോകുന്ന തീവ്ര രോഗമുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി സമൂഹത്തോട് ആവശ്യപ്പെടുകയും അതിൻ്റെ ചെലവുകൾ സമൂഹം കെട്ടുതേങ്ങ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിൽ ഒരു തെങ്ങിലെ തേങ്ങ മുഴുവൻ ഈ സമൂഹത്തിന് കൊടുക്കുകയും എന്നിട്ട് അവരൊരുമിച്ച് നിന്നിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് ഈ നല്ല മരണ സംഘം നടത്തുകയും ചെയ്തു. കേരളത്തിൽ ഇന്ന് പടർന്ന് പന്തലിച്ച ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആദിമ രൂപം ആ സംഭവത്തിലാണ് നമ്മൾ കാണുന്നത്. പൊതുജനങ്ങളുടെ സംഭാവനകൾ കൊണ്ട് ഇങ്ങനെയുള്ള നല്ല സംഘങ്ങൾ നടത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്ത്രീകളെ സംഘടിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഈ അരി സംഭരിച്ച് ഉച്ചക്കഞ്ഞി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കാലത്തിനപ്പുറത്തായി നടന്ന യുഗപുരുഷൻ്റെ ഈ പ്രവർത്തികൾ കണ്ട് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളതിനെ കോപ്പി ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇനി വളരെ സാധാരണ ഞാൻ ഈ പ്രസംഗ മത്സരത്തിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നൊരു വാചകമുണ്ട്, ഞങ്ങൾക്ക് മോഡലുകളില്ല, മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാതൃകയില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള മാതൃകകളെ നോക്കി വേണം കുട്ടികൾ പഠിക്കാൻ. ഈ യുവാക്കന്മാർ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഒരു കാര്യം ചെയ്തു. അത് 2 പുസ്തകങ്ങളാണ്. ഒന്ന് നല്ല അപ്പൻ്റെ ചാവുരുൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. 5 അധ്യായങ്ങളിലായി 41 പാഠങ്ങളാണ് ആ പുസ്തകം തരുന്നത്. അപ്പനും അമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ എങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്, സമൂഹത്തിൽ അവരെ രക്ഷിക്കേണ്ടത് എന്ന് വിശദമായി പഠിപ്പിക്കുന്നൊരു ഗ്രന്ഥമാണ് ഈ നല്ല അപ്പൻ്റെ ചാവുരുൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആത്മാനുതാപം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ജീവചരിത്ര സംബന്ധി ആത്മകഥ പോലെ അദ്ദേഹം പറയുന്നതിനകത്ത് അമ്മയെ സ്തുതിച്ചുകൊണ്ടൊരു ഭാഗമുണ്ട്.
അപ്പോൾ അമ്മയോടും അപ്പനോടും കുട്ടികൾ പാലിച്ചിരിക്കേണ്ട ഒരു സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ നന്ദി എന്താണ് എന്ന് വിശദമായി അതിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും സ്പർശിക്കുന്നൊരു ഭാഗമുണ്ട്. അത് ശങ്കരാചാര്യർ മരണത്തിന് മുമ്പ് അമ്മയ്ക്ക് കൊടുത്ത മാതൃസ്തോത്രം പോലെ സുന്ദരമായി തൻ്റെ അമ്മയോട് നന്ദി പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഒരു തലമുറയെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പാഠം ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും നൽകുന്നു. ഇത് മാതൃകയാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരാളിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ സഭ ലോകത്തോടും സമൂഹത്തോടും പറയുന്നത്. തീർച്ചയായും നല്ല ജീവിത മാതൃക എന്ന അർത്ഥത്തിൽ മടങ്ങി വരാം അങ്ങയിലേക്ക്. ദയവായി തുടരുക. ശ്രീ കെ സി വർഗീസ് ദൈവശാസ്ത്ര എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ സി വർഗീസ്, ഭാരതസഭയ്ക്ക് 3 വിശുദ്ധരായിരിക്കുന്നു. അവർ 3 പേരും മലയാളികൾ ആണ് എന്നുള്ളതാണ് വേറൊരു സവിശേഷത. എന്താണ് ഇതിന്റെ പ്രസക്തി താങ്കളുടെ കാഴ്ചപ്പാടിൽ? ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ക്രൈസ്തവ സഭ മൊത്തം വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിവുണ്ടെന്ന് ആധുനിക ദൈവശാസ്ത്രകാരന്മാർ ആരും കരുതുന്നില്ല. ഇപ്പോൾ ഇവിടെ തലക്കാട്ടച്ഛനും അൽഫീസും പറഞ്ഞ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് പറഞ്ഞ ഈ ഇതല്ല, ഇതൊക്കെ ഒരു പ്രധാന ഒരു ഒളിച്ചുകളി അല്ലെങ്കിൽ ഒരു മറച്ചുവെക്കൽ ജനസമൂഹത്തിന്റെ മുമ്പിൽ ഇവർ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒളിച്ചുകളി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചവറ കുര്യാക്കോസ് ഏലിയാസിന്റെ കാര്യത്തിൽ അദ്ദേഹം കേരളത്തിലെ ഒരു സോഷ്യൽ റിഫോമർ, ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്കുകളെ എല്ലാവരും ആദരിക്കുന്നു. പക്ഷെ ഇവിടെ രണ്ടാമതൊരു വിശുദ്ധ എവപ്രോസിയമ്മ, അദ്ദേഹം അവർക്ക് നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥന ജീവിയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ കത്തോലിക്ക സഭയുടെ രീതി അനുസരിച്ച് അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് ഈ സോഷ്യൽ റിഫോർമേഷൻ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണത്തിൽ അവർ വഹിച്ച പങ്കിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് മരിച്ചു കഴിഞ്ഞ് അവരുടെ കബറിടത്തിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെ ആശ്രയിച്ചാണ്. അപ്പോൾ ഇത്തരം അത്ഭുത പ്രവൃത്തികൾ ഉള്ളതാ വിശ്വാസം മധ്യകാലത്ത് കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയിൽ രൂപപ്പെട്ട അനേകം അനാചാരങ്ങൾ ഒന്നായിരുന്നു. അത് നിർത്തലാക്കണമെന്നുള്ള അഭിപ്രായം കത്തോലിക്ക സഭയിൽ തന്നെ സജീവമാണ്. 1963 രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് നേതൃത്വം കൊടുത്ത മഹാനായ ജോൺ 23-ാം മാർപ്പാപ്പ 300ഓളം വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. പറയാൻ കത്തോലിക്ക സഭയിൽ അനാവശ്യമായി ഒട്ടേറെ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുകയും യേശുക്രിസ്തുവിന് അപ്പോസ്തലന്മാർക്ക് ഉള്ളതിനേക്കാൾ അധികം പ്രാധാന്യം ഈ വിശുദ്ധന്മാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു രീതി സഭയിൽ നടപ്പിലായി. അതിനെ തുടർന്നാണ് 16-ാം നൂറ്റാണ്ട് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടത്. അതായത് റോമൻ കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയും എന്നത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതിന്റെ ഒരു അടിസ്ഥാന കാരണം ആ സഭയിൽ ഉയർന്നു വന്ന യേശു വിരുദ്ധമായ പുണ്യവാളന്മാരുടെയും പുണ്യവതിയുടെയും കബറിന്റെ പിന്നാലെ പോവുക, മരിച്ചവരെ ഉപയോഗിച്ചുള്ള അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുക, ഇതൊക്കെ പറഞ്ഞു സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ലേമൻ എന്ന് പറയുന്ന സിമ്പിൾ ആൻഡ് ഓർഡിനറി എന്നൊക്കെ അവർ അച്ഛന്മാരെ വിളിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കി, അല്ലെ അവരതൊന്നും അറിയേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. തീർച്ചയായും ദയവായി അങ്ങ് ടെലിഫോൺ ലൈനിൽ തുടരണം. അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഫാദർ കോട്ടയിൽ, ജീവിതം കൊണ്ട് വിശുദ്ധരായ 2 പേർ, എവപ്രാസ്യമ്മയും ചാവറയച്ചനും. പക്ഷെ ഇവിടെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരുടെ വിശുദ്ധി അടയാളപ്പെടുത്താൻ എന്തെങ്കിലും അത്ഭുത പ്രവർത്തികളുടെ സാന്നിധ്യം വേണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ചിന്തയോട് ചേരുന്നതാണോ എന്ന ആ സംശയം വളരെ പ്രധാനപ്പെട്ടതല്ലേ? സത്യത്തിൽ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ അസാധാരണമായ രീതിയിലുള്ള ജീവിത വിശുദ്ധി തന്നെയാണ്. അവന് യാതൊരു സംശയവുമില്ല. അതില്ലാതെ ഒരു അത്ഭുതം കൊണ്ട് ഒരാളെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ചരിത്രത്തിൽ, ആരെയും പ്രസിദ്ധീകരിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രോട്ടസ്റ്റൻ്റ് ചിന്താഗതിയുണ്ട്, ആ ഒരു അഭിപ്രായമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അത്ഭുതമൊന്നും അല്ല. ഈ ആളെ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളാണ് ഈ ആൾ വിശുദ്ധമായി ജീവിച്ചു, ഇയാളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ഇയാളോട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസവും സൗഖ്യവും സഹായവും ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ജനം. ആ ജനങ്ങൾ പറയുന്നത്, ഇപ്പോൾ ആഗോള കത്തോലിക്കാ സഭ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ ലോകത്തുമുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്, മതജീവിതമാണ്, വിശ്വാസ ജീവിതമാണ്.
അവിടെ ഇവർ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തെളിയിച്ച ആളുകൾ ആവശ്യപ്പെടുമ്പോഴാണ് അവർ എവിടെ പെടുന്നു ആ രൂപത അത് ടേക്കപ്പ് ചെയ്യുന്നത്. ആ രൂപത പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഒരു നീണ്ട പ്രോസസ്സുണ്ട്. അതെല്ലാം അവിടെ വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല, സമയവുമില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ നടപടി ആരംഭിക്കുന്നത് തന്നെ അവിടെയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇയാൾ വീരോചിതമായി നല്ല ജീവിതം നയിച്ചു എന്നതാണ്. വിശുദ്ധമായ ജീവിതം നയിച്ചു. ക്രിസ്തു ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു സുവിശേഷത്തിന് അനുസൃതമായൊരു ജീവിതം ഇയാൾ നയിച്ചു. ഇയാളുടെ ജീവിതം കൊണ്ട് ധാർമ്മികമായൊരു ഉയർന്ന ജീവിതം അദ്ദേഹം നയിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകടനം വീരോചിതമായിരുന്നു. മനുഷ്യരുടെ സേവനത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. ദൈവത്തെ അദ്ദേഹം സ്നേഹിച്ചു എന്നത് തെളിയിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് അടുത്ത പ്രൊസീജിയർ നടക്കുന്നത്. അത് തെളിയിച്ച് കഴിയുമ്പോഴാണ് ഒരു അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. പിന്നത്തെ സ്റ്റെപ്പിലാണ് അത്ഭുതം പറയുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമൊന്നുമല്ല. ഇന്നത്തെ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. വൈദ്യശാസ്ത്രമാണ് അത് തെളിയിക്കേണ്ടത്. അച്ഛന്മാരോ മെത്രാനോ ഒന്നും അല്ല തെളിയിക്കുന്നത്. അംഗീകരിക്കപ്പെട്ട നമ്മളിപ്പം കേരളത്തിലെ തന്നെ 2 കേസ് എടുത്ത് ഈ യൂപ്രാസ്യാമ്മയുടേത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതാണ്. വൈദ്യശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. പാലായിലെ ആ കൊച്ചിൻ്റെ കാര്യം എടുത്തു നോക്കിയ മേരി ജോസ് എന്ന് പറയുന്ന കൊച്ചിൻ്റേത് അത് വൈദ്യശാസ്ത്രം തെളിയിച്ചതാണ്. വേറെ ഒരു ചികിത്സയും ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഇടപെടൽ ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മധ്യസ്ഥത കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നതാണ്. പ്രോട്ടസ്റ്റൻ്റ് തിയോളജിയിൽ അത് എടുത്തു കളഞ്ഞു. കത്തോലിക്കാ സഭയുടെ തിയോളജിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തർക്കിക്കുമ്പോൾ രണ്ടും കൂടെ വെച്ചുകൊണ്ടേ തർക്കിക്കാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭയെന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്നവർ മാത്രമല്ല, ദൈവത്തോട് കൂടി ആയിരിക്കാനുള്ള എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. വിശുദ്ധരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ നമുക്ക് ഒരു വശം മാത്രം എടുത്തുകൊണ്ട് തർക്കിക്കാനായിട്ട് സാധിക്കും. അതല്ല സഭയുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നത്. എന്ത് പറയുന്നു ശ്രീ കെ സി വർഗീസ്? പ്രൊട്ടസ്റ്റന്റ് തിയോളജൻ അല്ല ഞാൻ. പൂർണ്ണമായും സഭയുടെ കത്തോലിക്ക സഭയുടെയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ നിലപാടുകളെ പിന്തുടരുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി മുൻകൂട്ടി പറയുകയാണ്, ഞാൻ എന്നെ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായി ചിത്രീകരിക്കുന്നത് ആവശ്യമില്ല. ഈ പുണ്യവാളന്മാരെ മാനിക്കലും അവരെ പുറത്തിലാക്കലും ഒക്കെ ഇച്ചോട്ട് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളിപ്പോൾ ഓരോന്നും എടുത്ത് നോക്കി. ഇപ്പൊ സിസ്റ്റർ അൽഫോൻസാമ്മ നമ്മുടെ പാലായില് ചെയ്യുന്നത് എന്താണ്? അവിടെയൊക്കെ ഒരു വലിയ വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രവണത ആരംഭിക്കുകയാണ്. അത്ഭുതങ്ങളുടെ പുറകെ ആളുകൾ പോവുകയാണ്. സാധാരണ ജനങ്ങൾ യാതൊരു ബൈബിൾ വായിക്കാത്തവരാണ്, ദൈവശാസ്ത്രം പഠിക്കാത്തവരാണ്, യാതൊരു തരത്തിലുള്ള അറിവുള്ളവരല്ല. ഉദിഷ്ടകാര്യത്തിലുള്ള ഉപകാര സ്മരണ എന്ന നാട്ടിൽ സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ഈ ദൈവത്തിന്റെ മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്ന ഈ പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കുക. ദൈവത്തോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന് യേശുക്രിസ്തു കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലും ഇന്ന് നിലനിൽക്കുന്ന വിശുദ്ധ കുർബാന ക്രമത്തിൽ തക്സൈൽ കൃത്യമായി പറയുന്നുണ്ട്. വിശുദ്ധ അപ്പം എടുത്ത് മേലോട്ട് വാഴ്ത്തുമ്പോൾ വൈദികൻ അൾത്താരയിൽ നിന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇത് വിശുദ്ധിയും വെടുപ്പും ഉള്ളവർക്ക് മാത്രം നൽകപ്പെടും. അതിന് ഉത്തരമായി താഴെ നിൽക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല ആമീൻ എന്ന് ഉറക്കം പറയുന്ന ഒരു കുർബാന ക്രമമാണ് ഇവിടുത്തെ ഈ ഹീറോ മലബാർ സഭയുടെയും കൊറിയൻ ഓർത്തഡോക്സ് സഭയുടെയും ആരാധനക്രമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കുർബാനയാണ് ഇന്ന് തലക്കാട്ടച്ചൻ ചൊല്ലിയത്. ആ കുർബാനയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പള്ളികളിലും ചൊല്ലിയത്. എന്നിട്ടും അതിന് വിപരീതമായി ഈ ഒരു തരം പെർവേർഷൻ അല്ലെങ്കിൽ ഒരു അപജയം യേശുക്രിസ്തുവിൽ നിന്നും കൂടിയ പ്രാധാന്യം പുണ്യവാന്മാർക്കാണെന്ന് വരികയും ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് പകരം സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നും എന്ത് ചെയ്താലും അതിനെല്ലാം മോചിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം സഭയ്ക്ക് ഉണ്ടെന്നും വരുത്തി തീർക്കുകയും സാധാരണ ജനങ്ങളെ ഇവരെ കുഞ്ഞാടുകൾ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള കുറെ ആളുകൾ ആ ഒരു തരത്തിൽ ചവറ കുറിയൻ ഏലിയാസച്ചൻ ചെയ്ത സാമൂഹ്യ പരിഷ്കരണത്തിന് തുടർച്ചയായിട്ട് ഇന്ന് സഭയിൽ നടക്കുന്നു. ഇന്ന് സഭയിൽ നടക്കുന്ന ഈ തരത്തിലുള്ള ഒരു വാണിജ്യ ആത്മീയതയാണ്. അതാണ് താങ്കളുടെ വിമർശനം. ഞാൻ താങ്കളിലേക്ക് മടങ്ങുകയാണ്. ഫാദർ പോൾ തേലക്കാട്ട്, ദൈവം ഒരു മാജിക്കുകാരനല്ല എന്ന് കഴിഞ്ഞ നാളുകളിൽ പാപ്പ പറഞ്ഞത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിപ്പോൾ ഈ മധ്യസ്ഥം അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്നുള്ള തരത്തിലേക്കൊക്കെ ഈ അത്ഭുത ചെയ്തികൾ ഇത്തരത്തിൽ പ്രകീർത്തിക്കപ്പെടുകയും അതൊരു തരത്തിൽ വിപണനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു അകന്നു പോക്കായി കാണുന്നവരുമുണ്ട്.
തീർച്ചയായിട്ടും ഇവിടെ KC വർഗീസ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെയാണ്. ഈ രണ്ട് വിശുദ്ധന്മാരെ സഭ വണക്കത്തിന് അൾത്താരയിലും പ്രതിഷ്ഠിക്കുമ്പോൾ ഇവർ വിഗ്രഹമാകുന്നില്ല, ഇവർ ആൾദൈവങ്ങളാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. KC വർഗീസ് മധ്യസ്ഥ ഈ വിശുദ്ധരെ ചില ആളുകൾ ആ വിശുദ്ധരുള്ള വണക്കം ദുരുപയോഗം ചെയ്യുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനമോ അതുപോലെ ദൈവത്തിൻ്റെ സ്ഥാനമോ അല്ല വിശുദ്ധന്മാർക്ക് സഭ കൊടുക്കേണ്ടതും കൊടുക്കുന്നതും. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിന് കൊടുക്കുന്ന ഒരു അവാർഡല്ല വിശുദ്ധ പദവി, മറിച്ച് വ്യക്തിപരമായ വിശുദ്ധിക്ക്. എവ്പ്രാസിയാമ്മയുടെ കാര്യം ശ്രീ വർഗീസ് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എവ്പ്രാസിയാമ്മ 74 കത്തുകൾ തൻ്റെ ആത്മീയ ഗുരുവിന് എഴുതിയിട്ടുണ്ട്. ആ കത്തുകൾ വായിച്ചാൽ നമ്മൾ തിരിച്ചറിയുന്നത് അവർ എങ്ങനെയുള്ള മനസ്സുമായി എങ്ങനെയുള്ള ആത്മാവുമായി ജീവിച്ചു എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൻ്റെ വിശുദ്ധി, ആത്മശുദ്ധിയാണ്. ആ ആത്മശുദ്ധിയോടുകൂടി എത്രമാത്രം സാമൂഹ്യ സേവനം ചെയ്തു എന്നുള്ളതല്ല, ചെയ്തതിൻ്റെ പിന്നിലെ ശുദ്ധി എന്താണ്, എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഈ സിസ്റ്റർ എഴുതിയ കത്തുകളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോഴാണ് ഏത് മനുഷ്യൻ്റെയും പ്രശ്നമാണ്, ആത്മാവിൻ്റെ പ്രശ്നമാണ് അവർ അപഗ്രഥിച്ചിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അവരതിനകത്ത് ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമുണ്ട്, തന്നി വിചാരങ്ങളെന്ന്. നമുക്ക് ഏത് മനുഷ്യനുണ്ടാകുന്ന നമ്മുടെ വാസനകളാണ്. കാമത്തിൻ്റേതുണ്ട്, ക്രോധത്തിൻ്റേതുണ്ട്, മോഹത്തിൻ്റേതുണ്ട്, നമ്മുടെ ബലപ്രയോഗത്തിൻ്റേതുണ്ട്. ഇങ്ങനെയുള്ള വാസനകൾ നമുക്കുണ്ട്. ഈ വാസനകളെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ അവ തന്യ വിചാരങ്ങളെ പുണ്യത്തിൻ്റെ വിചാരങ്ങളെ എങ്ങനെ മാറ്റണം എന്നുള്ള ഗൗരവമായ പ്രതിസന്ധിയും വേദനയും യുദ്ധവുമായിട്ട് അവരുടെ അകത്ത് നടക്കുന്നത്. ആ യുദ്ധത്തിൻ്റെയിലൂടെ അവർ എല്ലാത്തിനെയും ഈ വികാരങ്ങളെ ആത്മശുദ്ധി വരുത്തി സ്ഫുടഭാഗം ചെയ്ത് നമ്മൾ പറയുന്നത് പോലെ കടഞ്ഞ് പാലാഴി മഥനത്തിൽ കടഞ്ഞുണ്ടാക്കുന്നത് പോലെ അവർ തൻ്റെ വികാരങ്ങളെ, നമ്മുടെ സ്വാർത്ഥതകളെ പരാർത്ഥതയിലേക്ക്, മനുഷ്യ സേവനത്തിലേക്ക്, മനുഷ്യനെ സ്നേഹിക്കുന്നതിലേക്ക്, ദൈവത്തെ പറഞ്ഞ് മനുഷ്യനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലേക്ക് എങ്ങനെ മാറ്റിയെന്ന അത്ഭുതത്തിൻ്റെ കഥയാണ് ആ സിസ്റ്ററിൻ്റെ എഴുത്തുകൾ നമ്മോട് പറയുന്നത്. ആ എഴുത്തുകൾ പഠിക്കുമ്പോഴാണ് അവരുടെ ആത്മാവിൻ്റെ വിശുദ്ധി നാം കണ്ടെത്തുന്നത്. റൈറ്റ്. ശ്രീ KC വർഗീസ്, അങ്ങേയറ്റം അനുകരണീയമായ ജീവിത മാതൃക മുന്നോട്ട് വെച്ചവരെ ആദരിക്കുക, ഇതാണ് മാതൃക എന്ന് പഠിപ്പിക്കുക, അംഗീകരിക്കുക തുടങ്ങിയ ലളിതമായ ലക്ഷ്യം ഇതിൽ കണ്ടാൽ പോരെ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ എനിക്കതിനോട് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ആ രീതിയിൽ നമുക്ക് പിന്നെ അയ്യങ്കാളിയെയും രവീന്ദ്രനാഥ ടാഗോറിനെയും ഇങ്ങനെ ആത്മീയമായ രീതിയിൽ സമൂഹത്തിനെ പൊതുവെ പരിഷ്കരിച്ച ഒത്തിരി ആളുകളെ നമ്മൾ ഇന്നും ആദരിക്കുന്നുണ്ട്. ആ ആദരവിനൊന്നും ഇവിടെ ഒരു കുറവുമില്ല. പക്ഷെ ഈ ആദരിക്കുന്ന ആളുകളെ ഉപയോഗിച്ച ഒരു മുതലെടുപ്പിന് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നടക്കുമ്പോൾ, കൽക്കട്ടത്തിൽ പറഞ്ഞ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. ആ ഒരു ഗ്രൂപ്പിലെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ശേഖരിച്ച ഒരു വിവരം അനുസരിച്ച് ഈ നമ്മുടെ പിന്നെ മറിയക്കുട്ടി കൊലക്കേസിലെ പ്രതിയായിരുന്ന ബെൻഡിക്ട് അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ വേണ്ടി റോമിലേക്ക് ഒരു നിവേദനം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കബറടക്കി ഇരിക്കുന്ന പള്ളിയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് ആ ഇടവകക്കാരായ ആളുകൾ പറയുന്നത്. ഇവിടെ ഓശാന മാസികയിലും മറ്റ് പ്രധാന ഭാഗത്തുള്ള ആളുകളൊക്കെ ഞാൻ ശേഖരിച്ച ഒരു വിവരമാണത്. അവിടെ ആളുകളെ ഇപ്പൊ തന്നെ ആണെങ്കിൽ കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ പുറകെ ആളുകളെ പോവുക, മരിച്ച ആളുകളുടെ കബറിടത്തിലേക്ക് പോവുക. മരിച്ചവരെ കബറടക്കട്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല കത്തോലിക്ക സഭ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ മരിച്ച ആളുകൾ എല്ലാവരും നമുക്ക് ആദരണീയരാണ്. അവരെ ദുഷ്ടന്മാരായാലും നല്ലവരായാലും പോലും. ദുഷ്ടന്മാരായാലെന്ന് വിചാരിച്ച് നമ്മൾ മരിച്ച ആളുകളെ ആരെയും അവഹേളിക്കാറൊന്നുമില്ല. നല്ല ആരെയും വിധിക്കരുതെന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ പറയുന്നുണ്ട്. നമുക്ക് ആരെയും പുണ്യവാളന്മാരെന്നോ ആരെങ്കിലും ഭാവികളൊന്നും വിധിക്കാനുള്ള അവകാശം ക്രിസ്തു തന്നിട്ടില്ല. ഇത് പ്രധാന പ്രശ്നം. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വേദപുസ്തകം പഠിക്കുന്നില്ല, ബൈബിൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബെനഡിക്ട് അച്ഛനെ അല്ല വിശുദ്ധനാക്കേണ്ടത്, പാലായിൽ ഇപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ജോസഫ് പുലിക്കുന്നനെയാണ് ആക്കണമെന്ന് എനിക്ക് വേണേൽ പറയാം. കാരണം അദ്ദേഹം ഞങ്ങളെപ്പോൾ ഒത്തിരി ആളുകളെ ബൈബിൾ പഠിപ്പിച്ചു. വേദപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. പൗരോഹിത്യ മേധാവിത്വം അല്ലെങ്കിൽ പൗരോഹിത്യ ആധിപത്യം സാധാരണ ജനങ്ങൾക്ക് എതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകൾ, അതിനൊക്കെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബിനെ പോലെയും ബാബുപോളിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭമണികളായ ആളുകൾ ഈ ആൾക്കൂട്ടത്തിന്റെ പിന്നാലെ പോവുകയും അവരുടെ ഉള്ളിൽ അവർക്ക് അറിയാവുന്ന സത്യങ്ങളെ പോലും മറച്ചു വെച്ചു. ശരി, ദയവായി തുടരുക. ഫാദർ കോട്ടയിൽ, ഇവിടെ മുന്നോട്ട് വയ്ക്കപ്പെട്ട 1-2 പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ
മന്ത്രവാദം, ബ്ലാക്ക് മാജിക്, അത്ഭുത പ്രവർത്തികൾ, അങ്ങനെയുള്ള സാത്താൻ പൂജ വരെയുള്ള സംഗതികളുടെ പിറകെ ആളുകൾ പോകുന്ന ഒരു പ്രവണത ഉണ്ട്. ഇപ്പോഴത്തെ ലോക ജീവിതത്തിൽ അതിൻ്റെ സംഘർഷങ്ങളിൽ ഒരുപക്ഷെ അത് സ്വാഭാവികവുമായിരിക്കും. പക്ഷേ കത്തോലിക്ക സഭ പോലെയുള്ള വലിയ മഹാപ്രസ്ഥാനങ്ങൾ മാനുഷികതയ്ക്കപ്പുറത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട, ഈ അത്ഭുത പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നും ഇനിയും അത്ഭുത പ്രവർത്തികളുടെ സാധ്യത അല്ലെങ്കിൽ ഈ പറയുന്ന വണക്കം, അതിൻ്റെ വിപണന സാധ്യത പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു അപകടം തിരിച്ചറിയാതെ പോകുന്നുണ്ടോ? സത്യത്തിൽ ഈ പറയുന്ന ഒരു അപജയം കുറച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നും സമ്മതിക്കുന്നതിന് എതിർപ്പില്ല, മാനുഷികമായിട്ടുള്ള തരത്തിൽ. പക്ഷേ വിശുദ്ധരോട് ബന്ധിപ്പിച്ചുള്ള ഈ പരിപാടികൾ ബിസിനസ്സായി മാറ്റുന്നത് ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടത്. തേലക്കാട്ടച്ചൻ പറഞ്ഞു, വർഗീസ് സാറും അത് തന്നെയാണല്ലോ പറയുന്നത്. ഞാനും അതിനോട് പരിപൂർണമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. അപാകതയുണ്ട് എന്നതിൻ്റെ പേരിൽ, എനിക്ക് തലവേദന ഉണ്ടെന്ന പേരിൽ എനിക്ക് തലവെട്ടിക്കളയേണ്ട കാര്യമില്ല. അതിനെ ഒത്തിരി നന്മ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. മന്ത്രവാദവും കൂടോത്രവും അതുപോലുള്ള ബ്ലാക്ക് മാസും എല്ലാം എനിക്കറിയാം, ഞാനും ഒരു ചർച്ചയിൽ പങ്കെടുത്തതാണത്. അതുപോലുള്ള കാര്യങ്ങൾ രീതിയിൽ വിശുദ്ധരെ വണങ്ങുന്നത് ഞാനിതേവരെ കണ്ടിട്ടില്ല. അമിതമായൊരു വർണ്ണന പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ അത്ഭുതമല്ല പ്രധാനപ്പെട്ട, അത്ഭുതം ഒരു അടയാളമാണ്. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കുക, ഒരു അടയാളമായിട്ടാണ്, അല്ലാതെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. തീർച്ചയായും ശ്രീ കെ സി വർഗീസ്, ശരിയല്ലേ? സ്വാഭാവികമായും അത്ഭുതങ്ങളുടെ പിന്നാലെ പോവുക എന്ന പ്രവണത ഉണ്ട്. അതൊരു ലോക യാഥാർത്ഥ്യമാണ്. അതേതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, പലതരത്തിൽ അനാശാസ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവണതകൾ ഉണ്ട് എന്നു കരുതി ഇത്തരം ജീവിത മാതൃകകളെ ആദരിക്കുന്നതിൽ, അതിൻ്റെ വിശുദ്ധിയെ മാനിക്കുന്നതിൽ, ആ വിശുദ്ധിയെ ആരാധിക്കുന്നതിലൊക്കെ തെറ്റ് കാണേണ്ട കാര്യമില്ലല്ലോ. തെറ്റുണ്ടെങ്കിൽ അത് ഒരു സ്വയം വിമർശന പ്രക്രിയയിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു സ്വയം തിരുത്തലിലൂടെ തന്നെ മാറ്റാൻ ഒരുക്കമാണ് കത്തോലിക്ക സഭ. പ്രകാരം ലോകത്തിലുള്ള ആകാശത്തിന് കീഴിലോ ഭൂമിക്ക് താഴെയുള്ള യാതൊന്നിനെയും ആരാധിക്കരുത് എന്ന് വേദപുസ്തകം കൃത്യമായി പറയുന്നുണ്ട്. ആരാധിക്കുന്ന ദൈവത്തെ മാത്രമാണ്. അപ്പൊ ഈ വിശുദ്ധന്മാരെ ഒക്കെ ഒരു ആരാധന ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഒരു 15-ാം നൂറ്റാണ്ട് വരെയുള്ള ലോകം എന്ന് പറയുന്നത് അച്ചടി പ്രചരിച്ചിരുന്നില്ല, ആളുകൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ബൈബിളില്ല. അങ്ങനത്തെ കാലത്ത് ഇവർക്ക് ആരാധിക്കാൻ അവർക്ക് മുൻപ് മാതൃകകളായിരുന്ന അവരുടെ പൂർവികന്മാർ മാത്രമായിരുന്നു. ഉദാഹരണത്തിന് അതൊക്കെ അറിയുന്നറിയില്ല, നമ്മുടെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധന്മാരുടെ പട്ടികയില് മേരി മഗ്ദലന മേരി എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. മറ്റു സഭകൾ അവരെ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ വിശുദ്ധരുടെ പട്ടികയിൽ പീലാത്തോസിന്റെ ഭാര്യയായ സെയിന്റ് പ്രൊക്കുള എന്ന് പറയുന്ന സെയിന്റ് ഉണ്ട്. പീലാത്തോസിനെ തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ഉയർന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഓർത്തഡോക്സ് സഭയിൽ എന്താണ് സംഭവം? അവർ 2 സഭകളായിട്ട്, 2 മെത്രാൻകക്ഷിയും ഭാവകക്ഷിയായിട്ട് പിരിഞ്ഞതിന് ശേഷം ഒരു വിഭാഗം പരിമലത്തിന് വേണ്ടിയ പുണ്യവണ്ണാക്കി, അപ്പൊ അതിനെ മറ്റൊരു വിഭാഗം വട്ടശ്ശേരത്തിന് വേണ്ടിയ പുണ്യവണ്ണാക്കി. ഇതൊന്നും ഓർത്തഡോക്സ് സഭയിൽ നിലവിലുള്ള ഒരു രീതിയല്ല. ഇപ്പോൾ ഇനിയും പുണ്യവാളന്മാരെ പ്രഖ്യാപിക്കാനുള്ളവരുടെ നിന്റെ ക്യൂ തന്നെ മുന്നോട്ട് വന്നിരിക്കുക. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? അബേർഷൻ തന്നെയാണ്, പെർവേർഷൻ തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള തിയോളജിയോ ദൈവശാസ്ത്രമോ അല്ല ഇവർ പ്രയോഗിക്കുന്നത്. ഇതൊക്കെ ആളുകളെ പഠിപ്പിക്കാനുള്ള ബാധ്യത തേലക്കാട്ടച്ചനും അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയും ബാബുപോളിനെ പോലെയൊക്കെയുള്ള ആളുകൾക്കുണ്ട്. അതാണ് താങ്കൾ നേരത്തെയും ചൂണ്ടിക്കാണിച്ചത്. ഫാദർ പോൾ തേലക്കാട്ട്, സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെ സംബന്ധിച്ച് 2 വിശുദ്ധരെ കൂടി കിട്ടിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധരുടെ എണ്ണം 3 ആകുന്നു എന്ന് വരുന്നത് ഇവിടെയുള്ള വിശ്വാസികളുടെ കാര്യത്തിൽ, വിശ്വാസികളെക്കുറിച്ച്, കേരളത്തിലെ വിശ്വാസികളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം പരാമർശിക്കുക തന്നെ ചെയ്തു. വിശ്വാസത്തിൻ്റെ മണ്ണാണ്, ഭൂമികയാണ് കേരളം എന്ന് അദ്ദേഹം പരാമർശിക്കുക കൂടി ചെയ്തു. ഇത് വിശ്വാസ സമൂഹത്തിന് നാളെ അല്ലെങ്കിൽ വരുന്ന കാലത്ത് നൽകുന്ന ഉത്തരവാദിത്തമോ പ്രതീക്ഷയോ എന്താണ്? തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണത്. സീറോ മലബാർ സഭയോ കേരളത്തിലെ സഭയോ 20 നൂറ്റാണ്ടായിട്ട് ജീവിക്കുന്ന ഈ മധ്യത്തിൽ 2 or 3 വിശുദ്ധന്മാർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തികച്ച അഭിമാനകരമാണ്. അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധരുടെ ആഘോഷത്തിൻ്റെ പൊടിപടലങ്ങൾ അടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധരിലേക്ക് പിറകോട്ട് നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ചാവറയച്ചൻ പിടിയേരി കൊടുത്തുകൊണ്ട് നാളെ പിടിയേരി പിടിക്കാൻ പറ്റില്ല. നമ്മൾ പിറകോട്ട് നോക്കി ജീവിക്കാതെ അവർ കാണിച്ച മാതൃകകളിലുള്ള അന്തർലീനമായിരിക്കുന്ന വിശുദ്ധിയും
ദൈവജനത്തെ സംബന്ധിച്ചുള്ള ആകുലതയും പാവപ്പെട്ടവരുടെ കർത്തവ്യവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് നോക്കി ചരിത്രത്തിൽ ഇടപെടാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഇടപെടണമെങ്കിൽ അവർ രണ്ടുപേരും സന്യാസികളായിരുന്നു. ആ സന്യാസ ജീവിതത്തിൻ്റെ ആത്മീയത നമുക്കൊക്കെ ഉണ്ടാകണം. ആത്മീയത എന്ന് പറയുന്ന അഹത്തെ അടക്കുകയും മറ്റുള്ളവനെ സ്നേഹിക്കാനായി എൻ്റെ അഹങ്കാരത്തെയും അഹത്തെയും അടക്കി ഞാൻ താപസരായി ജീവിക്കുകയാണ്. ആ താപസ ജീവിതത്തിൻ്റെ സംസ്കാരത്തിലാണ് ഇവരൊക്കെ പ്രവർത്തിച്ചത്. പക്ഷേ നാളെയിലേക്ക് ഞാൻ നോക്കുമ്പോൾ കേരളത്തിലും ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഒരു ആർഷ സംസ്കാരത്തിൻ്റെ നാശമാണ് കാണുന്നത്. ആർഷ സംസ്കാരത്തിന് പകരം ഒരു ഉപഭോഗ സംസ്കാരവും കച്ചവട സംസ്കാരവുമാണ് വളരുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അപഭ്രംശങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. നാളെയിലേക്ക് പോകുന്ന സഭ ഈ സന്യാസത്തിൻ്റെ ആത്മീയമായ രൂപി കാത്തുസൂക്ഷിക്കുകയും നാളെ ഉത്തരവാദിത്വപൂർണമായ സന്യാസം ജീവിക്കുകയും ആ സന്യാസം ചരിത്രത്തെ മാറ്റുകയും പാവപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും അത്താണിയാകുകയും അങ്ങനെ ആത്മശുദ്ധിയോടെ ചരിത്രത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ക്രിയാത്മകമായ നേതൃത്വവും പ്രവാചകനെടുത്ത നേതൃത്വവും കൊടുത്തുകൊണ്ട് നാളെയുടെ ചരിത്രത്തെ പ്രത്യേകിച്ചും മാറ്റിമറിച്ച് ശുദ്ധമാക്കാൻ, ധാർമ്മികമാക്കാൻ, ആത്മീയമാക്കാൻ, അന്തശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കാൻ സഭയിലുള്ളവർക്കും സഭയ്ക്കും സാധിക്കണം. ആ ഉത്തരവാദിത്വമാണ് ഈ രണ്ട് വിശുദ്ധരെ ഇന്ന് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് സഭ ഏറ്റെടുക്കണം. അത് സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമാകാൻ, ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ ഈ ആത്മീയതയിൽ ഉണ്ടാകുന്ന വിശുദ്ധമായ മാനവികത ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കർമ്മനിരത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഫാദർ കോട്ടയിൽ നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് സന്യസ്തരെയാണ് ഇപ്പോൾ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സന്യാസത്തെക്കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഒരു പ്രവാചക ധർമ്മം അവർ നിർവഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മുന്നോട്ട് നോക്കി കാര്യങ്ങളെ നയിക്കാനുള്ള വഴിവെട്ടി തുറന്നവരാണ് സന്യാസിമാർ, ഏത് സന്യാസത്തിൻ്റെയും. ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിച്ച 6 പേരുണ്ട്. ഞാൻ അവരുടെ ജീവചരിത്രം പഠിക്കുകയായിരുന്നു, മുമ്പേ അത് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് കുറേ. 6 പേരും, അതിൽ 4 പേർ ഇറ്റാലിയൻകാരുടെ കാര്യം പ്രത്യേകം പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മറ്റേ വിശുദ്ധരെ നമുക്കറിയാമല്ലോ. 4 പേരും പാപങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ സ്വയം സമർപ്പിച്ചവരാണ്. സന്യാസ ജീവിതത്തിൻ്റെ വഴിയെ നടന്നവരാണ് അവർ. ഈ സന്യാസത്തിൻ്റെ, ഇപ്പം ഏലക്കാട്ടച്ചൻ സൂചിപ്പിച്ചതുപോലെ, സന്യാസത്തിൻ്റെ ഒരു മാനം, പ്രത്യേകിച്ച് ഉപഭോഗ സംസ്കാരവും ഭൗതികതയും വളരെ ശക്തമായി നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് വഴിത്തിരിവാകണമെങ്കിൽ, മനുഷ്യർക്ക് വഴിത്തിരിവാകണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഏറ്റവും വലിയ ഒരു സാക്ഷ്യം കേരളത്തിൽ ഈ വിശുദ്ധരിലൂടെ നമുക്ക് സംജാതമാകുന്നത്. മറ്റു പറയുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങൾ അത് വളരെ എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനമാണ്. അത് ഗൗരവമായിട്ട് എടുക്കണം, തിരുത്തണം എന്നെനിക്ക് പറയാം. അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയ എന്തായാലും നടക്കട്ടെ. മാനവികതയുടെയും മാനുഷികതയുടെയും വിശുദ്ധി കൂടുതൽ ഉയരട്ടെ എന്ന് ആഗ്രഹിക്കാം. വളരെ നന്ദി ഫാദർ ജോസ് കോട്ടയിൽ, ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീ KC വർഗീസ്, ശ്രീ അലക്സാണ്ടർ ജേക്കബ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവരുടെ ഇടവേള.